ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിന്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ് തല പോയിക്കണം. അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പൊ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവര് തീരുമാനിക്കണം. ഇതൊരു പ്രധാന വിഷയമാണ്. എന്തേ പാർട്ടിക്ക് ഇത് ഇടപെടാൻ കഴിയാത്തത്? ഞാൻ നാളെ തരുന്നുണ്ട് നിങ്ങൾക്ക്. പാർട്ടി അതിൽ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഈ പാർട്ടിയുടെ എന്താ ഞാൻ കൊടുത്ത പരാതി? കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നാളെ ഞാൻ ആ കത്തിന്റെ കോപ്പി തരും. ഓരോ സഖാവും അതൊന്ന് വായിച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങളത് സ്വയം അന്വേഷിക്കുക. അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ, വസ്തുതയുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് എന്നെ കല്ലെറിയുന്ന സഖാക്കളോട് എനിക്ക് ഒരു വെറുപ്പില്ല. ആ സഖാക്കളോടൊപ്പം ആ സഖാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പിന്തുണ വന്നത്. ഇന്നും എൻ്റെ പിൻബലം ആ മതേതരവാദികളായ ഈ നാട്ടിലെ സാധാരണക്കാർ ഇവിടെ ജീവിക്കണം, അവർക്കൊരു അത്താണിയാകണം, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് എനിക്ക് പിന്തുണന്നുള്ളത്. തെറ്റിദ്ധരിച്ച സഖാക്കളുണ്ടെങ്കിൽ പുത്തം വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ, പുത്തം വീട്ടിൽ അൻവർ, ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോകാനോ ഇതുകൊണ്ട് പേരെടുക്കാനോ ഇതുകൊണ്ട് ആളാകാനോ ഞാൻ വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഖാക്കളെ, വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകായിരുന്നു. ദയവായി നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക.